സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി മൊത്തം പേരിൽ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടാറ്റ. ഞാനൊരു കാര്യം തികച്ചും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ലേ, തുടങ്ങിയേ പറ്റത്തുള്ളൂ. ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് എല്ലാം കിട്ടണ്ടേ. ഞാൻ എൻ്റെ കാണിക്കാനായിട്ടൊന്നുമില്ല. നിങ്ങൾ പ്രേക്ഷകരെൻ്റെ വിഷമം മനസ്സിലാക്കണം. കാണിക്കാനായിട്ട് എൻ്റെ ഒന്നുമില്ല. ആകെ ഉള്ളത് ഈ ഒരു മാല മാത്രം. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ഓട്ടോ ചെട്ടി. ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും എൻ്റെ കാണിക്കാനായിട്ടില്ല. പക്ഷെ ഇത് കാണാനായിട്ട് ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ നിസ്സായ അവസ്ഥ കണ്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. നമ്മൾ ആണുങ്ങൾക്ക് ഒന്നുമില്ല. സബ്സ്ക്രിപ്ഷനിൽ കാണിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. ഇനി 6 പാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതുമില്ല. പിന്നെ ഞാൻ എന്ത് കാണിക്കും? പക്ഷെ ഉള്ളത് കൊണ്ട് ഞാൻ കാണിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എല്ലാവരും എന്നെ നേരെ ഈ വീഡിയോ കാണുന്നവർ ഇൻസ്റ്റാഗ്രാമിൽ വരുമോ, ഫോളോ ചെയ്യുക. ഞാൻ അവിടെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോവുകയാണ്. കാരണം എനിക്കും ജീവിക്കണ്ടേ. ഞാനും ഈ കൊച്ചു കേരളത്തില് പറ്റിയ സമയമാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ. കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്കും ഷെയർ സബും ഒക്കെ ഒന്ന് ചെയ്തേക്കാം. ലൈക്ക് കൊടുക്കുമ്പോൾ ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ. ഓക്കെ, അപ്പം കുറച്ച് മാസം മുമ്പ് ഈ പറയുന്ന അൻസികയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂസ് നമ്മൾ എല്ലാവരും ചെയ്തതാണ്. ആ സമയത്ത് എല്ലാ കേരളത്തിലെ ജനങ്ങളും ആ കുട്ടീനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടാ, കുട്ടീന്നല്ല പറയേണ്ട, ആ കൊച്ചിനെ നല്ല രീതി ആട്ടി പായിച്ചെന്ന് പറയാം. ഞാൻ ഉൾപ്പെടെ നല്ല രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രീതി കാര്യങ്ങളൊക്കെ നമ്മൾ വെടുപ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ആ വിഷയത്തിൽ കൂടുതൽ ഏറിപ്പോയത് സിന്ധുവാണ്. സിന്ധു മേഡമാണ് കൂടുതൽ ഏറിപ്പോവുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേണ്ടേ അഹാനയും തൻവിയുടെ വിഷയം വീണ്ടും വന്ന സമയത്ത് മെനഞ്ഞാന്ന് തൊട്ട് ഈ പറയുന്ന അഹാന തൻവിയാണ് കൂടുതലും വിഷയം. തൻവി പേര് പറയാതെ കുറച്ച് കാര്യങ്ങളൊക്കെ, പേര് പറയാല്ല, അമ്മൂമ്മയുടെ ഒരു റെക്കോർഡ് ഇട്ട് നമ്മുടെ അഹാനയ്ക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടി. അഹാന വന്നിട്ട് എല്ലാം വിളിച്ച് പറയുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത്. അപ്പം ഒരു സൈഡിൽ കൂടെ ചിന്തിക്കുകയാണെങ്കിൽ തൻവി മനഃപൂർവ്വം എടുത്തിട്ടാണ് നമുക്ക് തോന്നുന്നതൊക്കെ ആ ഒരു ചിന്ത വരും. എന്തായാലും സ്വന്തം അമ്മയെ നാട്ടുകാർ കുറ്റം പറയുന്നിട്ട് അഹാന രംഗത്ത് വരുന്ന ആകെ പട സീൻ കോൺട്രവേഴ്സി. അങ്ങനെ ഇന്നത്തെ അതുൽ വ്ലോഗ്സിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഈ അതുലിന്റെ വീഡിയോ എന്താ നമ്മുടെ അൻസികയുടെ വിഷയം വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ആ കുട്ടി വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തൻവി പൊട്ടിക്കരിഞ്ഞു മാപ്പ് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുള്ള അതുലിന്റെ വീഡിയോയ്ക്കകത്ത് ഈ കൊച്ചിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചിന്റെ ഫോട്ടോ വെച്ചിട്ട് അൻസിക കാരണമാണ് അമ്മുമ്മ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അമ്മുമ്മ രംഗത്ത്. ഇത് അൻസിക അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഈ സബ്സ്ക്രിപ്ഷന്റെ വിഷയം അങ്ങാണ്ട് കുറെ ആൾക്കാർ കമന്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവനെടുത്ത് ഇവന്റെ വീഡിയോയ്ക്ക് അത് വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവൻ വായിക്കുന്നതിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന തമ്പ് അവൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഈ കൊച്ചു വന്നിട്ട് ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കമന്റിലോട്ട് പോകാം. അതിന് മുമ്പ് ഈ കൊച്ചു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇന്ന പോലെ ഇവനെതിരെ ഡിഫർമേഷൻ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലാണ് കൊച്ചു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തത്. അത് കൊടുക്കണോ വേണ്ട എന്നൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കമന്റ്സും കാര്യങ്ങളൊക്കെ വായിച്ച്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഈ പറയുന്ന തംബ്ലൈൻ അങ്ങനെ കൊടുക്കാം. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണ്, ചില ആൾക്കാർ പറയാത്ത കാര്യങ്ങളൊക്കെ വീഡിയോയിലെ തംബ്ലൈൻ ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ അഹാന കൃഷ്ണ വന്നിട്ട് എൻ്റെ പുള്ളിക്കാരി വാട്ട് എ മിസ്ലീഡിംഗ് ടൈറ്റിൽ അപ്പാർട്ട് ഫ്രം എ ഫ്യൂ എക്സ്ട്രാ വ്യൂസ് ആൻഡ് ദ മണി ദാറ്റ് ഓഫ് കോഴ്സ് കം വിത്ത് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറയണ്ടേ, എന്തായാലും കുടുംബക്കാർക്ക് ഒരു കാര്യം പറഞ്ഞ് ഈ പറയുന്ന അൻസികയ്ക്ക് കൊള്ളു, അൻസികയല്ല അഹാനയ്ക്ക് കൊള്ളു. അവർക്കും ഡിഫർമേഷൻ്റെ കേസ് കൊടുക്കാമെന്നുള്ള രീതി നമ്മൾ പൈസയ്ക്ക് വേണ്ടി കുറച്ച് വ്യൂസിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചേച്ചി പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ അനീതിയുടെ അന്നത്തെ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആരും ഈ വന്ന് റിയാക്ട് ചെയ്തില്ല? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇപ്പം ഇവർക്ക് അത്യാവശ്യം സപ്പോർട്ട് കയറി. ആ തൻവിയുടെ കേസ് ആയിട്ട് കുറച്ച് സപ്പോർട്ട് കയറി. ഇപ്പം ദേ കിടക്കുന്നു. അതൊന്ന് തിരിച്ചു പിടിക്കാനും പഴയ ചീത്തപ്പേര് മാറാൻ വേണ്ടി ദേ കിടക്കുന്നു പൊക്കിക്കൊണ്ട് വരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരിപ്പോൾ എൻ്റെ അന്നൊന്നും റിയാക്ട് ചെയ്യാത്ത ആൾക്കാർ ഇപ്പം ഈ ഒരു വിഷയത്തിൽ വന്നിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ, അന്ന് അത്രയും വിഷയം നടന്നിട്ട് പോലും പിന്നെ പുള്ളിക്കാരി വന്നിട്ട് മാപ്പ് പറയുന്നത് അത് പറയുന്നത്. പിന്നെ ചേച്ചി ചിലയിടത്തൊക്കെ പോയി കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അഹാന അന്നും പോയി കമന്റ് ഇടുമായിരുന്നു. അഹാന ആരെങ്കിലും ചോദിച്ചാൽ അഹാന വെറുതെ വിടത്തില്ല. ഓക്കെ, മിസ്ലീഡിംഗ് ആയിട്ട് ആണ്. ഓക്കെ, ഒരു പക്ഷേ അവർക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നി കാണാം. അവൻ്റെ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനകത്ത് അങ്ങനത്തെ കമൻസ് വായിക്കുന്നുണ്ട്. ആ കമൻസ് വായിക്കുന്നതാണ് തമിഴ്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അതുലിനെ അറിയാം. അതിൽ ആ ഒരു വീഡിയോ ആയിട്ട് ഇതൊന്നും മാച്ച് ആവുന്നില്ല, ഇതിൻ്റെ തമ്പും കാര്യങ്ങളൊക്കെ. സത്യത്തിൽ ആ റിയാലിറ്റി എന്താണെന്ന് അത് വീഡിയോ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം തമ്പി മിസ്ലീഡിംഗ് ആയിട്ട് കൊടുക്കും. അവരെനിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ച് നോക്കി, എനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ വന്നിട്ട് ഇരുന്ന് റിയാക്ട് ചെയ്യാൻ വേറെ സമയമൊന്നുമില്ല. ഞങ്ങളൊക്കെ അത്രയ്ക്ക് ബഗേഴ്സ് എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഒരു വാല്യൂ തരാത്ത ആൾക്കാരല്ലേ. ഞങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടോ വല്ല ആവശ്യമുണ്ടോ? കൊച്ചു വന്നിട്ട് കമന്റ് ആയിരുന്നു, മൈ നെയിം മൈ ഫോട്ടോ ആൻഡ് മിസ്ലീഡിംഗ് ടൈറ്റിൽ ഷെമോ യു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി കൊച്ചും വന്നിട്ട് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ആയിക്കോട്ടെ, ഇപ്പം എല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ താഴെ വന്നിട്ട് പൊങ്കാലയിടും. കാരണം കഴിഞ്ഞ മാസം ഇവരെ സപ്പോർട്ട് ചെയ്യാത്തവർ ഈ മാസം അവരെ സപ്പോർട്ട് ചെയ്യും. അതാണ് സോഷ്യൽ മീഡിയ, അങ്ങനെയാണല്ലോ. ഈ ഓക്കെ,
ഇത് കഴിഞ്ഞ് അതിൽ പിന്നെ അവനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് യു വാച്ച് മൈ വീഡിയോ. ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്, കമൻസിൽ വന്നതും ആണ്. ജസ്റ്റ് വാച്ച് മൈ വീഡിയോ. ഓക്കെ, അവൻ്റെ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇന്നലെ ആ തൻവിയുടെ വിഷയങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ചില കമൻസ് ഒക്കെ ഇരുന്ന് വായിച്ച് അതൊക്കെ തന്നെ സംഭവം. അതൊക്കെ ഇത്ര ഊതിപ്പിരിപ്പിച്ച് ഇനി കൊണ്ട് ഡീഫോർമേഷൻ കൊടുക്കാതിരിക്കും അവരൊക്കെ ഇഷ്ടം. ഇത്രയും ഇവരെ പറയുന്നത് നമ്മൾ യൂട്യൂബേഴ്സിനെ വെറും ഇതായിട്ട് കാണുന്നിട്ട് ഇതിനേക്കാൾ വലിയ മിസ്ലീഡിങ്ങും വലിയ തമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അവരെ അവരുടെ പാടെ നോക്കാം. അപ്പൊ ഈ വീഡിയോ ഒക്കെയാണ് അവനെടുത്ത് ചെയ്യുകയൊക്കെ ചെയ്തത്. ഏത് തൻവിയുടെ Did she really say that, or are we imagining it? Like, how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അന്ന് we said ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോംനേഴ്സും കാര്യങ്ങളും എല്ലാം whatever we supposed to do, അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയുടെ പേ ചെയ്ത് അമ്മയാണ് ഇവിടുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും തൻവി പറയാതെയും കുറച്ച് കാര്യങ്ങളൊന്നും ഇടാതെയും അമ്മൂമ്മ വന്നിട്ടൊരു വീഡിയോ ഇട്ടതാണ്. അവസാനം അമ്മൂമ്മയുടെ ചരിത്രം മൊത്തം എടുത്ത് ഇടുകയും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളെ കുഴി തോണ്ടി, ഞാൻ അത്രേ പറയത്തുള്ളൂ. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ അവരുടെ അമ്മ നെഗറ്റീവ്, ഞാൻ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. എൻ്റെ രീതിയിൽ ഞാൻ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ എല്ലാവരും കൂടെ പൊങ്കാലിടുവാണെങ്കിൽ അവരുടെ അമ്മയെ അവർക്ക് സപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മൂമ്മ ഇത്രയും പറയണ്ടായിരുന്നു. കുഴിയിലോട്ടൊക്കെ കാലെടുത്ത് വെക്കാൻ നേരത്തെ ഇന്നോ നാളെയെന്നും പറഞ്ഞുള്ള രീതിയിലൊക്കെ അവരുടെ സംസാരമൊക്കെ. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. തൻവി ആണല്ലോ ഇതൊക്കെ. ഓക്കെ, പിന്നെ ഈ അപ്പൂപ്പൻ്റെ പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ. Say hi to Appa. നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ലുക്ക് വൈസ് ഇപ്പൊ ഡു യു ഫീൽ എ സിമിലാരിറ്റി ലൈക്ക് ദി ഐസ് ഓർ സംതിങ്? ഇഫ് യെസ്, you can tell us that in the comment box. See, my mother has curly hair, right? But I have straight hair. Show your hair. See, we have same hair. Like, I think it's the same. Like, our hair material is like so similar. And the texture is the same. And eyes also, some similarities there in the eyes. And നമ്മൾ രണ്ടുപേരും B positive blood group ആണ്. പിന്നെ അമ്മ പണ്ട് പറയാറുണ്ടായിരുന്നു പുറമേ ഉള്ള ഈ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉള്ളിലോ. ഓക്കെ എന്തെങ്കിലും ആട്ടെ. അപ്പം ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യുന്നില്ല, ഓൾറെഡി എല്ലാവരും ഇത് കണ്ടായിരിക്കാം. പിന്നെ ഞാൻ ആ കഥ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ആ കൊച്ചിൻ്റെ പോസ്റ്റും അതും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഇനി കൂട്ടുകാരനെ വിളിപ്പിക്കാൻ വന്നതാണെന്ന് ചോദിക്കുവാണെങ്കിലും എന്തുവാണെങ്കിലും ഒരു വിഷയമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എനിക്കതൊരു കണ്ടന്റായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, അത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ വീഡിയോ മൊത്തം കാണണം. കുറേ എണ്ണം വന്നിട്ട് ഇരുന്ന് തെറി വിളിക്കുന്നുണ്ട്. ഇല്ല, ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വിഷയം വന്ന സമയത്താണെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ വന്നില്ല. അവൾ ദിയ വന്നിട്ട് ഒരു കരഞ്ഞങ്ങോട്ട് ഒരു വീഡിയോ ഇട്ട്. കരഞ്ഞ് എന്തുവാ സത്യം പറഞ്ഞാൽ പുള്ളി കരഞ്ഞത്? പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ തമ്പായിട്ട് വെച്ചിട്ട്, അതും ബ്ലർ ചെയ്ത് വെച്ചത്. ഇവിടുത്തെ ഒരു ഫോട്ടോ നമ്മുടെ അനന്ത് ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ വുമൺ കാർഡ് ഇറക്കാന്ന് പറയത്തില്ലേ, ആ പരിപാടി അവൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് വന്നിട്ട് പ്ലീസ് അതൊന്ന് മാറ്റാമോ, പ്ലീസ് എന്ന് പറഞ്ഞപ്പം പുള്ളി ഒന്ന് നോക്കി. അപ്പോൾ പുള്ളിയോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മാറ്റി തരാമെന്നുള്ള രീതിയിൽ. പക്ഷെ അവർ മാറ്റിയിട്ടില്ല. കാരണം കൊമ്പത്തെ രാജാക്കൻ്റെ മക്കളൊക്കെ ആണല്ലോ. അതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവർ വന്ന് പോലീസ് മാറ്റാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നിട്ട് അവരാരും മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അന്ന് വന്നിട്ട് ഇരുന്ന് കരഞ്ഞു. കാരണം അന്നത്തെ ടാക്സിൻ്റെ A-to-Z കാര്യങ്ങൾ അയാൾ പുറത്ത് കാണിച്ചപ്പം അത് ഇവർക്ക് കൊണ്ട്. അപ്പോൾ വന്നിട്ട് ഇന്ന പോലെ വുമൺ കാർഡ് ഇറക്കി അത് ആ ഒരു ഗെയിം കളിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയൊക്കെ ചെയ്തു. പാവം പിടിച്ചവനെ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ അന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ അതിനൊക്കെ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ നാളെ നിങ്ങൾ കണ്ടോ തിരിയും. ഈ പറയുന്ന അതിനെതിരെ ചെയ്യുകയൊക്കെ ചെയ്യും. അത് 100% ഉറപ്പാണ്. അതങ്ങനെയാണ്. കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അത്ര തെറ്റായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അവൻ ആ കാര്യം എടുത്ത് വെച്ചപ്പോൾ ചില കാര്യങ്ങളാണ്, ചില കമൻസ് വായിക്കുമ്പോൾ ഡാനി സത്യന ഇന്ന പോലെ എടുത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആ ഡയലോഗ് എടുത്ത് നമ്മുടെ തമ്പിലെഴുതും. അതങ്ങനെയാണ്. ഇനിയിപ്പം പറ്റിയൊരു അവസരമാണല്ലോ. ഇതിനേക്കാളും വലിയ ബോംബ് വന്നതാണ് കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ്. ആ സമയത്തൊക്കെ എന്തായിരുന്നു സബ്സ്ക്രിപ്ഷന് എന്താ പറയുക, വില കൂട്ടുന്ന എന്തൊക്കെ പരിപാടിയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത്. പക്ഷെ ഞാൻ ആ സമയത്തും പറഞ്ഞത് സബ്സ്ക്രിപ്ഷൻ ആവാൻ വഴിയില്ല, ഇതെങ്ങനെയോ ലീക്കായി എന്നുള്ള രീതിയിൽ. പിന്നെ ആ കൊച്ചു വന്നിട്ട് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിയത്. ഇതെന്താ സിന്ധുമ്മയുടെ വീഡിയോ ഞാനും അമ്മു എപ്പോഴും ഒരുമിച്ചാണ് വിത്ത് മൈ സിസ്റ്റർ. ദ ഓൺലി തിങ് what I would like to say is like we have fought 1,000 times. I picture so much. കയ്യിലൊക്കെ നിറയെ ഇന്ന് വരെ whatever issue we've had, ഇന്ന് വരെ Simi has never hit me back or Simi has never abused me. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവളെ പോടി പട്ടി എന്നൊക്കെ വിളിച്ചാലും തിരിച്ച് ഞാനല്ല പട്ടി നീയാണ് പട്ടി എന്ന് ഷീസ് നെവർ ടോൾഡ്. That's something I don't know. അല്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സിമി പാവമാണോ, സിമിക്ക് കൊടുക്കാത്ത എന്തായാലും മോള് കുറെ നിന്ന് നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട്.
മൊത്തത്തിൽ അടപ്പട്ടലം 3G ആയിട്ട് ഇരിക്കുന്ന ഫാമിലിയാണ്. ഇപ്പോൾ അതേ കിടക്കുന്ന അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ഒരു സംഭവം നമുക്ക് കാണാൻ ഇടയായിട്ടുള്ളത്. അതിനി വളച്ചൊടിച്ച് തിരിച്ച് മറിച്ചൊക്കെ കയറ്റി വെച്ച്, കാരണം ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് നമ്മളെ കുറ്റം പറയാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. എന്തായാലും മനസ്സിലാക്കുന്നവർ ഇന്നലെ നാളെ മനസ്സിലാക്കും. അത്രയും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.